ഇവിടുത്തെ പ്രാദേശിക ലേഖകൻ ചേരുന്നുണ്ട്. അദ്ദേഹം ഈ സ്ഥലത്ത് ആദ്യം എത്തിയ ആളാണ്. എന്തെങ്കിലും തരത്തിൽ പോലീസ് സൂചന നൽകുന്നുണ്ടോ ഇതിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ? അല്ല, എഞ്ചല ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് സൂചന കിട്ടി. കാരണം പ്രതിയെ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ കഴിയില്ല. പ്രതി എലിവേഷൻ കഴിച്ചെ തുടർന്ന് മെഡിക്കൽ കോളേജിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ല. പ്രതി പലരും പറഞ്ഞു സാമ്പത്തിക ബാധ്യത തനിക്കുണ്ടെന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിൽ സാമ്പത്തിക ബാധ്യതയുള്ള ഒരു കുടുംബമല്ല. കാരണം സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബം തന്നെയാണ്. കാരണം വിദേശത്ത് ഈ പിതാവ് വർഷങ്ങളായി വിദേശത്തുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നുള്ളതിന് ഇതുവരെയും പോലീസിന് വ്യക്തമായ തെളിവ് കിട്ടിയിട്ടില്ല. പ്രതി 6 പേരെയും തലക്കടിച്ചെന്ന് പറയുന്നു, 6 പേരെയും കൊന്നെന്ന് പറഞ്ഞാണ് പ്രതി പോലീസിൽ പോകുന്നത്. ഏതായാലും 5 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബാപ്പയുടെ ഉമ്മ, ബാപ്പയുടെ ജ്യേഷ്ഠന്റെ ഭാര്യ, സ്വന്തം അനിയൻ, പിന്നെ ഒരു പെൺസുഹൃത്ത്. ആ സുഹൃത്തിനെ പറ്റിയുള്ള വിവരം ഇതുവരെയും പോലീസ് ലഭ്യമല്ല. ആ ഉമ്മയുടെ നില ഗുരുതരമാണ്. ഉമ്മ ക്യാൻസർ രോഗിയാണ്. അതുകൊണ്ട് തന്നെ നില ഗുരുതരമാണ്. ഇപ്പോൾ വെന്റിലേറ്ററിൽ കയറ്റിയിട്ടുണ്ട്. പെൺകുട്ടി എവിടെ നിന്നുള്ളതാണെന്നുള്ള കാര്യത്തിൽ ഒരു വിവരവുമില്ല. ഇല്ല, അത്തരത്തിൽ വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല. നാട്ടുകാർക്കും അറിയാം. കാരണം 3-4 ദിവസം കൊണ്ട് പെൺകുട്ടി ഇവിടെ ഉണ്ടെന്നറിയാം. പക്ഷേ എവിടെ നിന്നാണ് ആരാണെന്ന് ഒരു വ്യക്തമായ വിവരം ലഭിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് അനിയന് കൊണ്ടുപോയിട്ട് എന്താണ് ആവശ്യമുള്ളത്, മന്തി വേണമെന്ന് പറഞ്ഞു. വെഞ്ഞാട് കൊണ്ടുപോയി മന്തി വാങ്ങിക്കൊടുത്തായിട്ടും വണ്ടിയിൽ കൊണ്ടുപോയി മന്തി വാങ്ങിക്കൊടുത്ത ഈ നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഭദ്രതയുള്ളതും സ്നേഹമുള്ള കുടുംബമാണ്. എന്തുകൊണ്ട് ഇത് വന്നു? കാരണം ഈ ചെറുപ്പക്കാരന് സ്വഭാവ ദൂഷ്യങ്ങളില്ല, മയക്കുമരുന്ന് അടിമയല്ല, മാനസിക പ്രശ്നമില്ല എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എന്താണ് ഇത് ചെയ്തെന്നുള്ളത് കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. Download ShareChat.